ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനപ്പോൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നൊരു വിഷയം എന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം അറിഞ്ഞ ഒരു ന്യൂസ്, അതായത് വെയിറ്റ് കൂടുന്നതിനെ സംബന്ധിച്ച് ഒരു ലേഡി അവരുടെ ഫാറ്റ് റിമൂവ് ചെയ്തു. അതായത് അവരുടെ ശരീരത്തിലുള്ള ഫാറ്റ് റിമൂവ് ചെയ്യുന്ന ഒരു ഓപ്പറേഷന് വിധേയമായി. തുടർന്ന് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. മാത്രമല്ല, അവരുടെ കൈയുടെയും കാലിൻ്റെയും വിരലുകൾ മൊത്തം 9 എണ്ണമാണ്. അതവർ മുറിച്ച് മാറ്റി. അത് എന്താണെന്നുണ്ടെങ്കിൽ ഇവരിതിന് വേണ്ടിയിട്ടൊരു കോസ്മെറ്റിക് ഹോസ്പിറ്റലിലാണ് ട്രീറ്റ് ചെയ്തത്. അപ്പോൾ അതിനെ തുടർന്നാണ് അവർക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ വന്നത്. സത്യത്തിൽ എല്ലാ മാധ്യമക്കാരും ഇതിനെ ന്യൂസ് ചെയ്തിരുന്നു. പക്ഷെ നമുക്ക് ഏറ്റവും വിഷമമായ ഒരു സംഭവം എന്നത് ഇതിൻ്റെ അടിയിൽ വന്ന കമൻസാണ്. ഇതിൽ ഈ കുട്ടീനെ അല്ലെങ്കിൽ ഈ ലേഡീനെ, ഒരു എഞ്ചിനീയറാണ്, അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതലും കമൻറ്റുകൾ കാണാനായിട്ട് സാധിച്ചില്ല. അതിലെല്ലാവരും പറയണത്, അതായത് നിങ്ങളിങ്ങനെ ഒരു കാര്യത്തിന് കോസ്മെറ്റിക് സർജറിക്ക് പോയതുകൊണ്ടല്ലേ, അവരുടെ ഭാഗം എല്ലാവരും നെഗറ്റീവായിട്ടാണ് നമുക്ക് കമൻറ്റുകളിൽ കാണാൻ കഴിഞ്ഞത്. സത്യത്തിൽ ഞാനും ഒരു ഓവർ വെയ്റ്റിൻ്റെ ഉടമയാണ്. എനിക്കും 80 കിലോയിലധികം എനിക്ക് വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹം വെയിറ്റുള്ള ആൾക്കാരെ കാണുന്ന ഒരു രീതി, അത് വളരെയധികം ക്രൂവലാണ്. അപ്പോൾ ഈ ക്രൂവൽ മൈൻഡിലൂടെ കടന്നു വന്നതുകൊണ്ടായിരിക്കാം ഈ ലേഡിയും ഇത്തരം ഒരു സർജറിക്ക് വിധേയമായത്. അപ്പോൾ എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരുപാട് വെയിറ്റ് ലോസ് ഐറ്റംസ് അവൈലബിൾ ആണ്. നമ്മളൊരു ഏജൻസി പോലെ തന്നെ അവരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് മരുന്നുകൾ, ഷെയ്ക്കുകൾ, പൊടികൾ, ഇത്തരം രീതികൾ അവലംബിച്ചുകൊണ്ട്, അതായത് നമുക്ക് ഓൾറെഡി വെയിറ്റ് ഉണ്ട്, വണ്ണമുണ്ട് എന്ന് കണ്ടു കഴിയുമ്പോൾ തന്നെ ഇത്തരം ഏജൻസികൾ നമ്മുടെ നമ്പർ ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് ചോദിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കും. പിന്നീട് നമ്മളെ അവർ തുടരെ വിളിച്ചുകൊണ്ടിരിക്കും. എന്തിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹമുണ്ടോ, നമ്മുടെ കയ്യിലൊരു പ്രൊഡക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം എന്നെയും ഇതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കോണ്ടാക്ട് ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പോകേണ്ട ഒരു അവസരം വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് റോട്ടിൽ കൂടെ നടന്നു പോയുള്ളൂ. അപ്പോൾ തന്നെ നമ്മളെ പരിചയമില്ലാത്ത ആൾക്കാർ വരെ ഓടി വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ നമ്പർ ഒന്ന് തരും. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണെന്നുള്ളത്. അപ്പോൾ അതായത് വണ്ണമുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് ഇത്തരം ട്രീറ്റ്മെൻറ്റുകളിൽ അല്ലെങ്കിൽ ഇത്തരം മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസും മറ്റാൾക്കാരും ഇതിൻ്റെ ഏജൻസികളും മുഴുവൻ വണ്ണമുള്ള ആൾക്കാരെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സത്യത്തിൽ സമൂഹം ഇപ്പോൾ വണ്ണമുള്ള ഒരാളെ കണ്ടിട്ട് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിൽ താങ്കളെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് ഒരാളും പറയില്ല. എൻ്റെ അടുത്തടക്കം ഏത് കടയിൽ നിന്നാണ് റേഷൻ ഒറ്റയടിക്ക്, അതായത് നമ്മളോട് ഡയറക്റ്റ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ നിൽക്കുന്ന ഒരു ഗ്രൂപ്പ്, നമ്മൾ 3-4 പേര് നിൽക്കണമെങ്കിൽ നിസ്സാരം നല്ലല്ലോ വണ്ണം, ദിവസം 1 കിലോ വെച്ച് കൂടണല്ലോ. അപ്പോൾ നമ്മൾ അതിനൊരു പോസിറ്റീവായി എടുത്തുകൊണ്ട്, ഇത് നിങ്ങളുടെ ദേഹത്തല്ലല്ലോ, എൻ്റെ ദേഹത്തല്ല, നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകണ്ട. ഞാൻ പല ആൾക്കാരോടും, ഞാൻ ഡെയിലി ഇന്നത്തെ ഒരു ദിവസം ഞാനൊരു പഴയ ചുരിദാർ ഇട്ടിട്ടാണ് ഇന്ന് ജോലിക്ക് പോയത്. ഇന്ന് വരെ എൻ്റെ അടുത്ത് 2 പേര് പേഴ്സണലി അറിയുന്ന ആൾക്കാരാണ്, എല്ലാ ദിവസവും നമ്മളെ കാണുന്ന ആൾക്കാരാണ്, എന്നിട്ട് വരെ വണ്ണം വെച്ച് വരാണല്ലേ, ഇത്രേ ഉള്ളൂ, വണ്ണം വെച്ച് വരാണല്ലേ. അപ്പോൾ സത്യത്തിൽ നമുക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം. അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് കുറയ്ക്കണം എന്നുള്ളൊരു ടെൻഡൻസി ആയിരിക്കും നമ്മുടെ ഉള്ളിലുണ്ടാവാം. സത്യത്തിൽ വണ്ണം വെക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ PCOD മാത്രമല്ല, പാരമ്പര്യമായിട്ട് വണ്ണം വയ്ക്കാം. അങ്ങനെ ഒരുപാട് റീസൺസ് നമുക്ക് വണ്ണം വെക്കണതിലുണ്ട്. ഓൾറെഡി നമ്മൾ എന്തെങ്കിലും പൊടിയോ ഷേക്കോ യൂസ് ചെയ്യണമെങ്കിൽ തന്നെ അവർ നമ്മുടെ അടുത്ത് പറയും ഷുഗർ കണ്ടൻറ്റുള്ള ഫുഡ് ഒഴിവാക്കണം, അരിയാഹാരം, വറുത്തത്, പൊരിച്ചത്, ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഒഴിവാക്കാൻ തന്നെ അവർ നമുക്കൊരു ലിസ്റ്റ് ഓൾറെഡി നമുക്ക് തരും. അപ്പോൾ സത്യത്തിൽ സമൂഹം നമ്മളെ വണ്ണമുള്ള ആൾക്കാരെ കാണുന്ന ഒരു രീതി മാറ്റിയാൽ തന്നെ ഇത്തരത്തിലുള്ള ഇതുകളിലേക്ക് നമ്മൾ, അതായത് വണ്ണമുള്ള ആൾക്കാർ പോവാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. സത്യത്തിൽ നമുക്ക് ഭയങ്കര ബോഡി ഷെയ്മിങ് ആണ്. ഈ ബോഡി ഷെയ്മിങ് നമ്മളെ തളർത്തുന്നത് കൊണ്ടാണ് വണ്ണം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ നമ്മുടെ മുന്നിൽ ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്ത് ഇത്തരം കമ്പനീസ് അല്ലെങ്കിൽ ഇത്തരം ആൾക്കാർ വരുന്നത് കൊണ്ടാണ് വണ്ണം കുറയ്ക്കാനുള്ള ഇത്തരം ചതിക്കുഴികളിൽ പബ്ലിക് വീണ് പോകുന്നത്. അതിന് ഓൾറെഡി ഇവരൊരു ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തത്. ഇവരെ
സംബന്ധിച്ച് ഇവരെ റിക്വസ്റ്റ് ചെയ്തു 5 ലക്ഷം രൂപയാണ് ഇതിന്. അപ്പം പിന്നീട് പറഞ്ഞു 3 ലക്ഷം ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാം. അപ്പോൾ ഓക്കെ, അങ്ങനെ അതവർ സമ്മതിച്ചതാണ്. അവരൊരു ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തതും കാര്യങ്ങളും. പക്ഷേ എവിടെയും ഈ വണ്ണമുള്ള സ്ത്രീനെ അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ ചെയ്യാൻ പോയ ഈ ലേഡീനെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു സ്ഥലത്തും നമ്മൾ അങ്ങനെ അധികം കമൻസുകൾ കണ്ടില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വണ്ണമുള്ള ആൾക്കാർ മനുഷ്യരാണ്. അതായത് ഭൂമിയിലേക്ക് ദൈവം സൃഷ്ടിച്ചു. ചിലർക്ക് വണ്ണം കൂടി, ചിലർക്ക് വണ്ണം കുറഞ്ഞു, ചിലർക്ക് കണ്ണിൻ്റെ സ്ഥാനത്ത് കണ്ണ്, ചിലർക്ക് മൂക്കിൻ്റെ സ്ഥാനത്ത് മൂക്ക്. അപ്പോൾ ഇതെല്ലാം എന്താ പറയുക, ദൈവം സൃഷ്ടിച്ചതാണ്. വണ്ണമുള്ള ആൾക്കാർക്കും ജീവിക്കണം. ഒരു പക്ഷേ എന്ത് ഡയറ്റ് എടുത്താലും നോർമലി വണ്ണം കുറഞ്ഞ ആൾക്കാർ കഴിക്കുന്ന ഫുഡ് ചിലപ്പോൾ വണ്ണം കൂടിയ ആൾക്കാർ കഴിക്കുന്നുണ്ടാവില്ല. ഓൾറെഡി അവർ വണ്ണം വെച്ചിരിക്കണം. അപ്പോൾ ഇത് നിങ്ങൾ സൗന്ദര്യവാനായി ഇരിക്കുന്നതോ നിങ്ങൾ സ്ലിമ്മായിരിക്കുന്നതോ നിങ്ങളുടെ മാത്രം കഴിവുകൊണ്ടല്ല, ദൈവം നിങ്ങളെ അത്തരം ഒരു രൂപത്തിൽ സൃഷ്ടിച്ചത് കൊണ്ടുമാണ്. അപ്പോൾ ഒരിക്കലും ഇപ്പോൾ വണ്ണമുള്ള ആൾക്കാരെ മാത്രമല്ല, മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്കുണ്ട് ഇത്തരം ബുദ്ധിമുട്ട്, അതുപോലെ ഭംഗി കുറവ്, കളറ് കുറവ്. അപ്പോൾ മറ്റുള്ളവരെ നിറത്തിൻ്റെ പേരിലോ നിറത്തിൻ്റെ പേരിലോ വണ്ണത്തിൻ്റെ പേരിലോ മറ്റു ബാഹ്യരൂപത്തിൻ്റെ പേരിലോ ഒരാളും മറ്റുള്ളവരെ ബോഡി ഷെയ്മിങ് ചെയ്യാതിരിക്കുക. അത് വളരെയധികം നമ്മുടെ സൗന്ദര്യത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഇതിലോ ഒരാളും അഹങ്കരിക്കാൻ പാടില്ല. ദൈവം നിങ്ങൾക്ക് ഇപ്പോൾ സൗന്ദര്യം തന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളുടെ മാത്രം കഴിവല്ല, ദൈവം നിങ്ങൾക്ക് തന്നു. ഒറ്റ നിമിഷം മതി ഇതെല്ലാം ദൈവത്തിന് തിരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ സ്ത്രീയുടെ ഭാഗത്താണ് നിൽക്കുന്നത്. കാരണം സമൂഹം അവരെ കളിയാക്കലിലൂടെ, അവർക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞ അവരൊരു എഞ്ചിനീയറാണ്. അപ്പോൾ ഒരുപാട് കളിയാക്കലുകൾ നേരിട്ടത് കൊണ്ടായിരിക്കാം അവർ ഇത്തരം ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് തിരിഞ്ഞത്. നമുക്ക് അവരുടെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി പ്രാർത്ഥിക്കാം.